ഹലോ ഗായ്സ്, ഇനിയൊരു മീൻകറി ഉണ്ടാക്കാൻ പോകട്ടോ, നമ്മുടെ നാടൻ സ്റ്റൈലുള്ള. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും, പിന്നെ ഇത് പുളി, കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. അതിനുശേഷം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കുറച്ച് കടുക് പൊട്ടിക്കാനിടുന്നു. കടുകൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും മീൻ കറിക്ക്. അങ്ങനെ ഉലുവ ഇട്ടു. ഉലുവ ഏകദേശം ആയി കഴിയുമ്പോൾ നമ്മൾ അതിലോട്ട് കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടുന്നു. ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നു. അതൊന്ന് ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില, അവരുടെ നാടൻ കറിവേപ്പിലയാണ് കേട്ടോ, നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ട കറിവേപ്പിലയാണ്, കൂട്ടുകാരൻ കൊണ്ടുതന്നാണ്. അതും ഒത്തിരി ഇളക്കിയതിന് ശേഷം നമ്മൾ അതിലോട്ട് ബാക്കിയുള്ള കട്ട് വെച്ച് ഉള്ളി ഇടുന്നു. ഉള്ളിയും നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെ ഇളക്കുക. ഏകദേശമായി. അത് കഴിഞ്ഞ ശേഷം കുറച്ച് പച്ചമുളകും പിന്നെ കുറച്ച് ഉപ്പിട്ട് ഒന്നും ചേർക്കാൻ പറ്റിയില്ല. പിന്നെ അതിലോട്ട് നമ്മൾ പൊടികളിടാൻ പോവാണ്. അതിന് ആവശ്യം ഒരു സ്പൂണ് നമ്മൾ മഞ്ഞൾപ്പൊടി എണ്ണയിലേക്ക് ഇടുന്നു. അതിനുശേഷം ഞാൻ ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ നമ്മൾ എരിവുള്ള കുറച്ച് ചില്ലി പൗഡറുണ്ട്, അതും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്കൊരു എരിവിനൊരു ബാലൻസ് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ്. അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ചേർത്തുള്ളൂ. അത് ഡിപ്പെൻസാണ്, ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഞാൻ കുറച്ച് ചേർക്കും, ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചേർക്കാറുണ്ട്, കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. കാരണം കപ്പയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ കുറച്ച് കൊഴുപ്പ് വേണ്ടേ, അതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് ഇളക്കുക. ഏകദേശം ഒരു കളർക്ക് മാറിക്കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്നുകൂടി ഇളക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ ചേർക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ തക്കാളി ചോപ്പ് ചെയ്ത് തക്കാളി ഒന്ന് അരച്ചിട്ട് കൊടുക്കുക ചെയ്തത്, കാരണം അതും ചാറിന് വേണ്ടി ചെയ്തതാണ്. ടേസ്റ്റ് നോക്കുക, എന്നിട്ട് ടേസ്റ്റ് ഉപ്പിൻ്റെ കാര്യം ഉപ്പ് വരുവൊക്കെ നോക്കുക. ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടി ഇടുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടുക ചെയ്യുന്നത്, കാരണം എനിക്ക് കൃത്യ കണക്ട് പറയാൻ പറ്റില്ല, കാരണം ഓരോരുത്തർക്കും ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ പുളി ഞാൻ ഇട്ടായിരുന്നു. അങ്ങനെ ഒന്ന് തിളച്ചു. നന്നായിട്ട് നമ്മൾ കുറച്ച് നേരം ഞാൻ തീ കുറച്ച് വെച്ചു കേട്ടോ. ഏകദേശം 5 ഇതിൽ വെച്ചാണ് ഇപ്പോൾ ഇതാക്കുന്നത്. തിളപ്പിച്ച വെള്ളം കൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വെള്ളം ഒഴിച്ച് തിളച്ച് കഴിഞ്ഞിട്ട് എണ്ണ മുകളിൽ കുറച്ച് പൊന്തി വന്നു കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ, ഞാൻ ചൂര മീനെടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ഇനി നമ്മൾ ഏകദേശം നിരപ്പ് വെള്ളമുണ്ട്. ഇനി നമ്മൾ കുറച്ച് നേരം അതിന് മൂടി വെച്ച് നന്നായിട്ട് കൊച്ചിന്ന് വേവിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അത് തീ കുറച്ച് കൂട്ടി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വയ്ക്കുക. ഇനി തിളച്ച് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, ഇതൊക്കെ എല്ലാം പിടിക്കാൻ വേണ്ടി. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കറിവേപ്പില അതിലോട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ അവസാനം വാങ്ങുന്നതിന് തൊട്ട് മുമ്പ് കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. വെളിച്ചെണ്ണ നല്ല കട്ടയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ, ഇവിടെ തണുപ്പായതുകൊണ്ട് കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയൊക്കെ അവസാനം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഏകദേശം നമ്മുടെ മീൻ കറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങ് വെച്ചു, കുഴപ്പമില്ലായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ലൊരു മീൻ കറി ആയിരുന്നു.